പ്രൈസ് ദി ലോർഡ്. ചിന്തയ്ക്ക് എടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേര് ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ദൈവത്തിന് മഹത്വം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ 1 എഫെസോസ്, 2 സ്മുർദ, 3 പെർഗമോസ്, 4 തുയഥൈര, 5 സർദീസ്. സ്തോത്രം. തുയഥൈരയിൽ നിന്ന് ഏകദേശം 50 മൈൽ തെക്കുമാറി സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറിയ പട്ടണമാണ് സർദീസ്. ഇവിടെയുള്ള ജനങ്ങൾ വളരെ സമ്പന്നരായിരുന്നു. ആ നിലയിലുള്ള ബിസിനസ് കച്ചവടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് നിമിത്തം അവിടെയുള്ള ജനങ്ങൾ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സർദീസ് സഭയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്, 1 ദൈവത്തിൻ്റെ 7 ആത്മാവുള്ളവൻ, 2 7 നക്ഷത്രവും ഉള്ളവൻ. പരിശുദ്ധാത്മാവ് ഏകനെങ്കിലും 7 ആത്മാക്കൾ അവനിൽ ഉൾക്കൊള്ളുന്നു. 7 ആത്മാക്കൾ ദൈവത്തിൻ്റെ പൂർണ്ണ ജ്ഞാനത്തെയും ശക്തിയെയുമാണ് കാണിക്കുന്നത്. നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്, 1 യേശുക്രിസ്തു, പിന്നെ പിതാവായ ദൈവം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണതയാണ് 7 ആത്മാക്കൾ എന്ന് കാണിക്കുന്നത്. നാം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. സ്തോത്രം. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. ആരാണ്? കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ നിമിഷത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്
പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്നാണ് വചനം നമ്മെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കർത്താവായ യേശു ആമേൻ അളവ് കൂടാതെയല്ലോ പരിശുദ്ധാത്മാവിനെ നൽകുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അപ്പോൾ അളവ് കൂടാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കർത്താവിനോടുകൂടി പിതാവിനോടുകൂടി യേശുക്രിസ്തുവിനോടുകൂടി ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അളവ് കൂടാതെ എൻ്റെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരണമേ, ആമേ അധികമായിട്ട് എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, യാചിക്കുന്നവരായിരിക്കണം. യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അതിന് 37-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ എന്നോട് അരുളിച്ചെയ്തത്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ ആരാണ്? അത് ഇസ്രായേൽ ഗൃഹമാണ്. 37-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായി ഞാൻ അരുളിച്ചെയ്തു നിവർത്തിച്ചു വരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ പ്രിയമുള്ളവരെ, ഇവിടെ ഇസ്രായേൽ ഗൃഹം ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് ഹല്ലേലൂയ അവർ പറയുമ്പോൾ ദൈവം പറയുകയാണ്, ആമേൻ, അവർ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ അവിടെ മേൽ പകരുമ്പോൾ അവർ ജീവിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആത്മീകമായിട്ട് നിങ്ങൾ ഉണങ്ങിയിരിക്കുകയാണോ? പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, ദൈവജനം വായിപ്പാൻ കഴിയാതെ, ആ കൃപാവരങ്ങളില്ലാതെ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ആത്മീകമായിട്ട് ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയാണോ? അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണോ? നിങ്ങൾ മെലിഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ? ആമേൻ. ഈ നിമിഷത്തിൽ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവേ, അങ്ങ് അളവ് കൂടാതെ അല്ലോ ആത്മാവിനെ പകരുന്നത്, എൻ്റെ മേൽ അങ്ങയുടെ ആത്മാവിനെ അളവ് കൂടാതെ പകർന്ന് എന്നെ ആത്മീയമായ ജീവൻ നൽകണമേ. പ്രിയമുള്ളവരെ, സാമ്പത്തികമായി നിങ്ങൾ അതേ തകർന്ന് കിടക്കുകയാണോ? കടഭാരത്താൽ വലയുകയാണോ? ആമേൻ. നിങ്ങൾക്ക് വീടും വസ്തുവില്ലാതെ പ്രയാസപ്പെടുകയാണോ? വസ്തു കൊണ്ട് വീടില്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഏത് നിലയിലാണോ ഇന്ന് ആമേൻ നിങ്ങൾ ആമേൻ മുടിഞ്ഞിരിക്കുന്നത്, ആമേൻ നിങ്ങൾ ഉണങ്ങിയിരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ ആമേൻ നമ്മുടെ കർത്താവായ യേശുവിനെ കൊണ്ട് കഴിയും. അത് കഴിയണമെങ്കിൽ ആമേൻ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരണമെങ്കിൽ, സാമ്പത്തികമായ സ്ഥിതിഗതികൾക്ക് ആമേൻ വ്യത്യാസം വരണമെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാർത്ഥിച്ച് അതിയായി പ്രാപിച്ചെടുത്തുകൊള്ളണം. അതാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. അപ്പോൾ ജീവിക്കണമെങ്കിൽ, ആത്മീക ജീവൻ ഉണ്ടാകണമെങ്കിൽ, സാമ്പത്തികമായ സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ, സാമ്പത്തികമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ, കടഭാരം മാറിപ്പോകണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ സാമ്പത്തികമായ കഷ്ടതകൾ മാറിപ്പോകണമെങ്കിൽ, കണ്ണുനീരുകൾ മാറിപ്പോകണമെങ്കിൽ, നമ്മുടെ ഏതവസ്ഥകൾ വ്യത്യാസം വരുത്തുവാൻ കർത്താവിനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അളവ് കൂടാതെ കർത്താവിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നാൽ നമുക്ക് ജീവൻ തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ.
ആകയാൽ മറന്നു കളയരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അവൻ ആ മതിയായ ദൈവം തന്നെയാണ്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല പ്രിയമുള്ളവരെ. റോമാലേഖനം 8-11 വാക്യത്തിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് അവൻ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചാൽ മാത്രമേ, ഹല്ലേലൂയ, നമ്മൾ മരണാനന്തര ശേഷമാൽ ജീവനോടിരിക്കുന്ന സമയത്തായാലും നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ കർത്താവിനോട് നാം എടുക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വസിച്ചേ മതിയാകൂ പ്രിയമുള്ളവരെ. ആകയാൽ അളവ് കൂടാതെ ആത്മാവിനെ തരുവാൻ കഴിവുള്ളവനായ യേശുവിനോട് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. നമുക്ക് കരയാമോ പ്രിയമുള്ളവരെ? പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ആത്മാവിനെ അളവ് കൂടാതെ പകരുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവമേ അളവ് കൂടാതെ ആത്മാവിനെ പകർന്ന് കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ.